Ranjan Jaswal from News India, Kerala. This is my first question. പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, അംഗൻവാടി എന്നിവയുടെ സ്ഥിതി എന്താണ്? ഞാൻ 10 വർഷമായിട്ട് ഒല്ലൂക്കര 15ാം ഡിവിഷനിലെ കൗൺസിലറാണ്. 5 അംഗനവാടികളിൽ 5ഉം നമുക്ക് സ്വന്തമാണ്. കാരണം 2 അംഗനവാടി, ഒന്ന് നഴ്സറി ആയിരുന്നു, ഒന്ന് വാടകയ്ക്കായിരുന്നു, ഒന്ന് ഇടിഞ്ഞു വീണ് കിടക്കുന്നതായിരുന്നു. 2 അംഗനവാടി, ഒന്ന് സ്മാർട്ട് അംഗനവാടി പണിതു, മറ്റേത് സ്വന്തം ഉണ്ടായ ഭൂമിയിൽ നല്ല രീതിയിലുള്ള ഒരു അംഗനവാടി പോയിരുന്നു. അപ്പൊ 5 അംഗനവാടിയും ഒല്ലൂക്കര 15ാം ഡിവിഷനെ സ്വന്തമാക്കി. പിന്നെ ആരോഗ്യം, കൊറോണ സമയത്തൊക്കെ ഒരുപാട് സഹായം പല ജനങ്ങൾക്കും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം, ഒല്ലൂക്കര 15ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം നമ്മൾ കൊടുക്കണ്ട, എല്ലാവർക്കും കിണറാണ്. ധാരാളം കുളങ്ങളുള്ള ഒരു ഡിവിഷൻ ആയതുകൊണ്ട് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ നന്നായി വളരുകയും സത്യസന്ധമായി വളരുകയും ചെയ്യും. ഉണ്ട്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന മുക്കാട്ടുകര 11ാം ഡിവിഷനിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണ്ട. ഇപ്പൊ ഞാൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം പെൻഷൻ ശരിയായിട്ടില്ല, അതുപോലെ റോഡ് ശരിയായിട്ടില്ല. ഇതൊക്കെ പരമാവധി ഞാൻ നിന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ ജയിപ്പിച്ചാൽ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പ്രായമായവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന പാർക്കിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഒല്ലൂക്കര 15ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പുറമ്പോക്കില്ലാത്തത് കാരണം നമുക്കത് പറ്റിയില്ല. ഇനി നിൽക്കാൻ പോകുന്ന ഇപ്പൊ നിൽക്കുന്ന 11ാം ഡിവിഷൻ മുക്കാട്ടുകരയില് അതിന് നല്ല സൗകര്യം ഉണ്ടാവുന്ന പക്ഷം ഞാൻ തീർച്ചയായിട്ടും യോഗ, അതുമാതിരി തന്നെ വ്യായാമം ചെയ്യാവുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. തെരുവുവിളക്കുകളും CCTV ക്യാമറകളും എല്ലായിടത്തും അത്യാവശ്യമാണ്. തെരുവുവിളക്കുകൾ ഇപ്പൊ കത്താത്തതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. പുതിയത് ഉണ്ടാവണമെങ്കിൽ നമുക്കത് അവരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സഹായവും ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. കൈകൾ കൂപ്പി പൊതുജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മുക്കാട്ടുകര 11ാം ഡിവിഷനിൽ നിൽക്കുന്ന ശ്യാമള മുരളീധരൻ എന്ന എനിക്ക് കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന്